വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു സ്നാക്സും 2 ഡ്രിങ്കും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരി അല്ല ഉണ്ടാക്കുന്നത്, ഇന്ന് പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഡബിൾ ഓട്സിൻ്റെ ഒരു മിക്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് അടിച്ചെടുക്കുന്നത്, അപ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ അത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇന്നും പത്തിരിയായാൽ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഓരോ ദിവസം ഓരോന്നാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതാ പാലപ്പം മിക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ആണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്യാരറ്റിനൊക്കെ നല്ല വിലക്കുറവല്ലേ. ഞാനിപ്പോൾ ഇന്ന് അരീക്കോട് പോസ്റ്റ് ഓഫീസിൽ പോയി വന്നപ്പോൾ റോഡ് സൈഡിൽ കണ്ടു 6 കിലോ 100 എന്ന്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ക്യാരറ്റ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊന്നും നോക്കില്ല, കുറച്ച് വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടുള്ള ഒരു റെസിപ്പി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ആൾക്കാർ ഇത് ഗ്രേറ്റ് ചെയ്യൽ ഒരു ഇതിൽ വെച്ചിട്ട് ഒരതലല്ലേ, പക്ഷെ അങ്ങനെ ചെയ്യാൻ മടിയില്ലാലും അതുപോലെ ടൈം ഇല്ലാത്തവർക്കുള്ളൊരു ട്രിക്കോട് ഞാൻ പറഞ്ഞുതരാം. ഞാനിതാ ഇതുപോലെ നല്ല കുഞ്ഞ് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കണമെന്നില്ല. നമ്മൾ ചെറിയ മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്ത പോലെ കിട്ടും കേട്ടോ. നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും വേണ്ട. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ മിക്സി ചെറിയ ജാറിലിട്ടിട്ട് ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ കേക്ക് ആയാലും റോളായാലും എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ എല്ലാത്തിനും ഇങ്ങനെ കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുള്ളത്. ഇനി ആ നെയ്യിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഓരോ വീഡിയോ ലാസ്റ്റ് ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ നെയ്യിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായ ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്കായൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യുക, പക്ഷെ ഞാനത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു ടേസ്റ്റ് വ്യത്യാസം, ഒരുപാട് മുട്ടൻ്റെ ചൊയൊന്നും വരുന്നില്ല, നല്ല ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അടിച്ച് വെച്ചത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ അതൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ബോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാരണം ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് കോഴിമുട്ടൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയുടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ കുറച്ച് തീ ഇതാക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ക്വാണ്ടിറ്റി കൂട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ബ്ലാക്ക് കിസ്മിസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ള സ്നാക്സ് വേറെ തന്നെ ഇല്ലയെന്നാണ് പറയുക. അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ടുള്ളൊരു ഡ്രിങ്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിത് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്യാരറ്റിനോട് പറഞ്ഞാൽ തന്നെ റോഡ് സൈഡിലായാലും എവിടെ നോക്കിയാലും തണ്ണിമത്തനാണ്. അതും പല റേറ്റിലും നമുക്ക് കിട്ടില്ലേ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ആ തണ്ണിമത്തനിൽ തന്നെ വെച്ചിട്ടാണ് പീസാക്കുന്നത്. അതിലിതാ ഒരു കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് വരച്ചിട്ട് ഞാനിതാ അതിൽ നിന്ന് തന്നെ പീസാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ആ ഒരു
നമ്മൾ തണ്ണിമത്തൻ്റെ തോട് തന്നെയാണ് പാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു വേറൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിതാ കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ വേണ്ടിയിട്ട് നല്ല കത്തിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചതിന്ന് കുറച്ച് ക്വാണ്ടിറ്റി നാം വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിതിലേക്ക് കുറച്ച് സംഭവമൊക്കെ ഒഴിക്കണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് ക്ഷീണം മാറും, അതുപോലെ തന്നെ നമുക്ക് വിശപ്പൊക്കെ മാറാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ ആ വത്തക്കയിൽ നിന്ന് ഇതാ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഈ ഒരു പാനിലേക്ക് ജസ്റ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള ഞാൻ വലിയൊരു തണ്ണിമത്തനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ താഴെ വരെ എത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അതിലേക്ക് മാറ്റിയിട്ടുണ്ടായത്. പിന്നെ അത് അതിൻ്റെ ഉള്ളിലത്തെ വീണ്ടും ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ അതിലത്തെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ മിൽക്ക് മെയ്ഡ് ഏതൊരു ഐറ്റംസിൽ ആഡ് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. നിങ്ങൾക്ക് പാല് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊരു വേറെ ഫ്ലേവറാണ് വരുന്നത്. നോർമലി ഞാൻ ഉണ്ടാക്കൽ പാല്, റോഹബ്സ്, അതുപോലെ തന്നെ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യുക. അത്രയും നമ്മൾ തണ്ണിമത്തന് യൂസ് ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് പാലല്ല ഞാൻ ഒഴിച്ചിട്ടുള്ള തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കസ്കസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കസ്കസ് പിന്നെ നമ്മൾ ഏതൊരു ഡ്രിങ്കിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റാല്ലേ. അപ്പം ഞാനിതാ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് എന്താണെന്ന് വെച്ചാൽ റോഹബ്സയാണ്. ഇത് എനിക്ക് ഈ ഒരു ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തണ്ണിമത്തം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് റോഹബ്സിയുടെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെയും കുടിക്കാം കേട്ടോ. അതും ഭയങ്കര ടേസ്റ്റാണ്. റോഹബ്സിൻ്റെ ടേസ്റ്റ് ചില ആൾക്കാർക്ക് പിടിക്കില്ല. ഇവിടെ ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായതിന് ആ ഒരു പോള കറക്റ്റ് ലെവലിൽ സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്കത് മാറ്റാം കേട്ടോ. പിന്നെ അത് ഇക്കാൻ്റെ ഒരു ഡ്രിങ്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് പച്ച ക്യാരറ്റാണ്, നമ്മൾ വേവിച്ചിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ മുസമ്പി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതാ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാലും ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇഞ്ചി വേറെ സെപ്പറേറ്റ് അടിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ അടിച്ച് വെച്ചിട്ട് ക്യാരറ്റും മുസമ്പിയുടെയും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് പുതിനേൻ്റെ ഇല അതുപോലെ തന്നെ പഞ്ചസാരയാണ്. അന്ന് നമ്മൾ കാണിച്ച വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല, എല്ലാം കൂടി മിക്സ് ചെയ്ത് അടിച്ചതാണ്. അങ്ങനെ വേണമെങ്കിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് ഇഞ്ചിയും പഞ്ചസാരയോടെ ഒരുമിച്ച് അടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ബുർത്തുകാലൂടെ അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മളിതാ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും വെള്ളമാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് പത്തിരിനായിട്ടിലൊക്കെ ഇപ്പോൾ ഈ ഒരു ചൂടിൽ നമുക്ക് കൂടുതൽ എല്ലാവർക്കും വെള്ളത്തിൻ്റെ ആവശ്യമാണല്ലോ കൂടുതൽ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റ് പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കുന്നൊരു റെസിപ്പി തന്നെയാണ്. പക്ഷേ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മുടെ വത്തക്കേൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയാണുള്ളത്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് നിങ്ങളനുസരിച്ച് കൂട്ടാം. ഞാൻ പാകത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നീട്ടിയാണ് നമ്മളിത് അടിച്ചെടുക്കുക കേട്ടോ. കാരണം ഇക്ക ഇവിടെ ഉണ്ടാകുന്ന ടൈമിൽ ഇക്കയാണ് ഈ ഒരു വെള്ളം ഉണ്ടാക്കൽ. കാരണം ഇക്ക പല സംഭവങ്ങളും മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടിക്കലാണ്. ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ നല്ല കൊളാവും ചെയ്യും. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അതിനുശേഷം ഇക്കത് തുടർന്നുകൊണ്ടേയിരിക്കും. അധികം ഉണ്ടാക്കില്ല റമദാൻ മാസം തന്നെയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണല്ലോ. അപ്പോൾ നമ്മളിതാ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള 3 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ ബാങ്ക് കൊടുക്കാനായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിതാ ഉമ്മതാ ചീരകഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇതാ നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്ന് ബീഫ് കറി, അതുപോലെ നമ്മൾ വെള്ളപ്പവും 2 തരം ജ്യൂസും പിന്നെ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് പോളിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊലച്ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഞാനിതാ നമ്മുടെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ സാലഡൊക്കെ കൊണ്ടുവന്നായിരുന്നു വയലറ്റ് കേട്ടോ. അതും വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഉണ്ടാക്കി തരാണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര കഞ്ഞിയൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.